മലയാളം ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേഷൻ നോക്കാം. ലൈവില് നമ്മുടെ അനീഷും ജിഷിനും മസ്താനിയൊക്കെ തമ്മിലുള്ള ഒരു ഫൈറ്റാണ് രാവിലെ തന്നെ. ബിഗ് ബോസിന്റെ തന്നെ ചരിത്രത്തിൽ നാണം കെട്ട ഒരു ദിവസമായിരുന്നു ഇന്നലെ. ആ ഒരു ദിവസത്തെക്കുറിച്ചാണ് നമ്മുടെ അനീഷ് ഇന്ന് സംസാരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഈ വീട്ടിൽ സംഭവിക്കുന്ന ഇടപെടാൻ പറ്റുന്ന അല്ലെങ്കിൽ ഇടപെടേണ്ട കാര്യങ്ങളിലെല്ലാം അനീഷ് വ്യക്തമായ അഭിപ്രായങ്ങൾ പറയുന്ന ഒരു വ്യക്തി തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇന്നലത്തെ കാര്യത്തെപ്പറ്റി അനീഷ് പറയുന്നത്, നിങ്ങൾ ഇവിടെ കടന്നിട്ടുണ്ടെങ്കിൽ, അതായത് വൈൽഡ് കാർഡിനോടാണ്, വൈൽഡ് കാർഡായിട്ട് നിങ്ങൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ആ നിമിഷം മുതലുള്ള കാര്യങ്ങൾ സംസാരിക്കണം. ചങ്കൂറ്റമുണ്ടെങ്കിൽ അതാണ് വേണ്ടത്. അതല്ലാതെ പഴയ കാര്യങ്ങൾ സംസാരിക്കുന്നത് അതൊരു ഭീരുത്വമാണ്. പഴയ കാര്യങ്ങൾ പറഞ്ഞ് ടിഗർ ചെയ്യിക്കാൻ ശ്രമിക്കുന്നതും അതൊരു ഭീരുത്വം തന്നെയാണെന്നാണ് അനീഷ് പറയുന്നത്. അതിനിടയിൽ ജിഷിൻ അനീഷിനെ ടിഗർ ചെയ്യാൻ പലതവണ ശ്രമിക്കുന്നുണ്ട്. നമ്മുടെ അനീഷിന് രാവിലെ ഒരു നടത്തമുണ്ടല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതിനിടയിലാണ് നമ്മുടെ ജിഷിൻ അനീഷിനോട് വന്ന് ഓരോന്ന് പറയുന്നത്. അതിനുശേഷം അനീഷിന് മനസ്സിലാകാതിരിക്കാൻ വേണ്ടിയാണോ അല്ലെങ്കിൽ കളിയാക്കിയാണോ എന്നറിയത്തില്ല, അവസാനം ജിഷിൻ തെലുങ്കിലോ കന്നഡയിലോ എന്തൊക്കെയോ സംസാരിക്കുന്നു. അപ്പോൾ അനീഷും തിരിച്ച് അതേ ഭാഷയിൽ തന്നെ മറുപടി കൊടുക്കുന്നുണ്ട്. എന്തായാലും അതിനുശേഷം അനീഷ് മസ്താനിയോട് പറയുന്നത്, അവിടെ പറയുന്നത് ഇവിടെ പറയുക, ഇവിടെ പറയുന്നത് അവിടെ പറയുക, ഇങ്ങനെ പറഞ്ഞു നടക്കുന്നതും വളരെ മോശമായ കാര്യങ്ങളാണ്. നിങ്ങൾ പുതിയ കാര്യങ്ങളെക്കുറിച്ച് പറ, പുതിയ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞ് ടിഗർ ചെയ്യിക്കാൻ ശ്രമിക്കുക. അതല്ലാതെ ലൈവിൽ കണ്ടതും പേഴ്സണൽ കാര്യങ്ങളും ഒന്നും പറയരുത്. ഇങ്ങനെ കൊതുക് മൂളുന്നത് പോലെ ഓരോരുത്തരുടെ ചെവിയിൽ പോയി ഓരോന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. കാരണം ഇന്നലത്തെ ആ ഒരു പ്രശ്നത്തിൻ്റെ ഉത്ഭവം എന്ന് പറയുന്നത് നമ്മുടെ മസ്താനി തന്നെയാണ്. മസ്താനിയാണ് അനുമോളോട് ഇങ്ങനെ പോയി പറയുന്നത്. അതോടുകൂടിയാണ് അനുമോളും അതിനെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങുന്നത്. ആ ഒരു കാര്യത്തിനെയാണ് നമ്മുടെ അനീഷ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മസ്താനി പറയുന്നത്, ഇവിടെ സംഭവിച്ചതിനെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടി നീയൊന്നും ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല, ഒരു കാര്യവും ചെയ്തിട്ടില്ല, ഒരു കണ്ടന്റും കൊടുത്തിട്ടില്ല, പിന്നെ എങ്ങനെയാണ് ഇവിടെ നടന്ന സംഭവങ്ങളെക്കുറിച്ച് പറയുന്നത്? പിന്നെ അനീഷ് പേടിക്കണ്ട, അനീഷിൻ്റെ പേഴ്സണൽ ലൈഫിനെ കുറിച്ച് ഞാൻ ഒന്നും പറയാൻ പോകുന്നില്ല. അനീഷിൻ്റെ പേഴ്സണൽ ലൈഫ് ഞാൻ കുത്തിപ്പൊക്കുകയുമില്ല. അനീഷ് സേഫാണ്, അനീഷ് പേടിക്കണ്ട എന്ന്. അനീഷ് അപ്പോൾ തിരിച്ചു പറയുന്നത്, എൻ്റെ ലൈഫ് വളരെ ട്രാൻസ്പെറൻ്റ് ആണ്, എല്ലാവർക്കും എല്ലാം അറിയാം. നിങ്ങൾ പറഞ്ഞോളൂ, എൻ്റെ പേഴ്സണൽ ലൈഫിനെ കുറിച്ച് എന്ത് വേണമെങ്കിലും നിങ്ങൾ പറഞ്ഞോളൂ എന്ന് ധൈര്യത്തിൽ തന്നെ നമ്മുടെ അനീഷ് പറയുന്നത്. മസ്താനി അപ്പോൾ പറയുന്നത്, നിനക്ക് നട്ടലില്ലാഞ്ഞിട്ടാണ് നിൻ്റെ ഭാര്യ ഇട്ടിട്ട് പോയതെന്ന്. മസ്താനി പലരുടെയും പേഴ്സണൽ ലൈഫ് എടുത്തിടുന്നുണ്ട്. ടിഗർ ചെയ്യിക്കാനാണെങ്കിലും അത് തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ ചോദ്യം ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണത്. ഇതൊരു ഗെയിം ഷോയാണ്, ലൈവ് ഷോയാണ്. ടിഗർ ചെയ്യിക്കാൻ വേണ്ടി എന്തു വേണമെങ്കിലും പറയാം, പക്ഷേ പേഴ്സണൽ ലൈഫ് എടുത്തിടുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. അതുപോലെ തന്നെ പല കാര്യങ്ങളിലും മസ്താനി മാനിപ്പുലേറ്റ് ചെയ്യുന്നതുമുണ്ട്. ഇന്നലെ അങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്താണ് റെന ഫാത്തിമയെ കരയിപ്പിച്ചതുവരെ. എന്തായാലും മസ്താനി ഈ ഒരു ഗെയിം ഷോയിനെ അരച്ച് കലക്കി കുടിച്ച് ഒരാളെ ഏതൊക്കെ രീതിയിൽ ടിഗർ ചെയ്യിക്കണമെന്ന് കാണാപ്പാഠം പഠിച്ചിട്ട് വന്നതുപോലെയാണ് ഓരോ മൂവും. അതെന്തായാലും അധിക നാൾ നീണ്ടുപോകില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം.